നമസ്കാരം, പ്രവാസികളെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഫ്രഞ്ച് സ്കൂളിലുണ്ടായ കത്തിയാക്രമണത്തിൽ ഒരു വിദ്യാർത്ഥിനി മരിച്ചു, 8 പേർക്ക് പരിക്കേറ്റു. പടിഞ്ഞാറൻ ഫ്രാൻസിലെ സ്കൂളിൽ വ്യാഴാഴ്ചയാണ് കത്തിയാക്രമണം ഉണ്ടായത്. നാൻഡസിന് സമീപമുള്ള ഡൌഡോണിലെ സ്വകാര്യ എയ്ഡഡ് സ്കൂളിലാണ് ആക്രമണം ഉണ്ടായത്. അക്രമി 15 വയസ്സുള്ള വിദ്യാർത്ഥിയാണ്. പോലീസ് എത്തുന്നതിന് മുമ്പ് അധ്യാപകർക്ക് അക്രമിയെ കീഴടക്കാൻ സാധിച്ചത് വലിയ ദുരന്തം ഒഴിവായെന്നാണ് പോലീസ് പറയുന്നത്. അക്രമി കറുത്ത വസ്ത്രം ധരിച്ച് ഹെൽമറ്റും ബാലക്ലാവയും ധരിച്ചിരുന്നു. ഇയാളുടെ സാധനങ്ങളുടെ അടുത്ത് നിന്ന് 2 കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം ആക്രമണകാരി നേരത്തെ ഇമെയിലിൽ ആക്രമിക്കുമെന്ന് വിവരം നൽകിയിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥികളിൽ ഒരാളുടെ നില വളരെ ഗുരുതരമാണെന്നാണ് അവസാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ താരിഫുകളെ കുറ്റപ്പെടുത്തിയാലും 2025 ജർമ്മനിയുടെ വളർച്ച വട്ടപൂജ്യമാവും. കഴിഞ്ഞ 2 വർഷമായി വളർച്ച നേടുന്നതിൽ പരാജയപ്പെടുകയാണ് രാജ്യം. G7 സമ്പദ്വ്യവസ്ഥയാണ് ജർമ്മനി. അതേസമയം വളർച്ചയില്ലാതെ 3ാം വർഷവും ഒരേ ട്രാക്കിലാണ്. ജർമ്മനിയുടെ സാമ്പത്തികാര്യ കാലാവസ്ഥാ സംരക്ഷണ മന്ത്രി റോബർട്ട് ഹാബക്കാണ് ഇക്കാര്യം അറിയിച്ചത്. ജർമ്മനിയും 2026 വളർച്ചാ പ്രവചനം 1.1% നിന്ന് കുറച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങളുടെ ആഘാതം ചൂണ്ടിക്കാട്ടിയാണ് ജർമ്മൻ സർക്കാർ അതിന്റെ സാമ്പത്തിക വളർച്ചാ പ്രവചനം 0 കുറച്ചത്. 2023 24 2 വർഷത്തെ മാന്ദ്യത്തെ തുടർന്ന് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് മന്ത്രി പറഞ്ഞത്. ജർമ്മൻ സമ്പദ് വ്യവസ്ഥ 2023 0.3%, 24 0.2% ചുരുങ്ങിയിരുന്നു. ജർമ്മനിയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ട്രംപിന്റെ താരിഫുകൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ബാധിച്ചിരിക്കുകയാണ്. എല്ലാ ഇറക്കുമതികൾക്കും 10% തീരുവയും കാറുകൾ, അലൂമിനിയം, സ്റ്റീൽ എന്നിവയ്ക്ക് 25% ലെവിയും ഉൾക്കൊള്ളുന്ന US താരിഫുകൾ ജർമ്മനിയുടെ പ്രധാന കയറ്റുമതി അധിഷ്ഠിതമായ മേഖലയായ ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങളെ കഠിനമായി ബാധിച്ചിരിക്കുകയാണ്. US താരിഫുകൾ ജർമ്മനിയുടെ കാർ കയറ്റുമതിയെയും ഇറക്കുമതിയെയും ബാധിച്ചു. ഓട്ടോമൊബൈൽ, മെഷീനറി തുടങ്ങിയ പ്രധാന വ്യവസായങ്ങളിൽ വർദ്ധിച്ചു വരുന്ന കടുത്ത ചൈനീസ് മത്സരവും ഇത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. അതേസമയം ചെറിയ മാന്ദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബുണ്ടസ് ബാങ്കിന്റെ മുന്നറിയിപ്പും ഉണ്ട്. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ 2ാം ദിവസമായ വ്യാഴാഴ്ചയും ലോകമെമ്പാടു നിന്നും വിശ്വാസികൾ വത്തിക്കാനിലേക്ക് പ്രവഹിക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ബുധനാഴ്ച ആരംഭിച്ച പൊതുദർശനം തുടരുകയാണ്. രാത്രി 12-ന് പള്ളി അടയ്ക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അർദ്ധരാത്രി കഴിഞ്ഞിട്ടും വിശ്വാസികളുടെ നീണ്ട നിരയാണ് വത്തിക്കാൻ സ്ക്വയറിൽ കാണുന്നത്. പൊതുദർശനം വെള്ളിയാഴ്ചയും തുടരും. വെള്ളിയാഴ്ച രാത്രി 7-ന് ഭൗതികദേഹം അടങ്ങുന്ന പെട്ടി അടയ്ക്കുന്നതോടെ പൊതുദർശനം അവസാനിക്കും. അതേസമയം ശനിയാഴ്ച രാവിലെ പ്രാദേശിക സമയം 10-ന് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. ഫ്രാൻസിസ് പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ വലിയ പള്ളിയായ മേരി മേജർ ബസിലിക്കയിലാണ് ഭൗതികദേഹം കബറടക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ 126 തവണ മാതാവിന്റെ ഈ പള്ളി സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം കന്യാമറിയത്തിന്റെ വലിയ പള്ളിയിൽ നടക്കുന്ന കബറടക്കം ലളിതവും സ്വകാര്യവുമായ ചടങ്ങായിരിക്കുമെന്നും വത്തിക്കാൻ പ്രത്യേകം അറിയിച്ചു. 50ഓളം പേർക്ക് മാത്രമേ സംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കാൻ പള്ളിക്കകത്ത് പ്രവേശനമുള്ളൂ. കുമർലംഗോ കർദിനാൾ കെവിൻ ഫാരൽ, കർദിനാളന്മാരായ ജോവാനി ബാത്തിസറെ, യോഹർ മഹോണി, ഡൊമിനിക് മാംബർത്ത്, പിയത്രോ പരോളിൻ, ബാർദോ റൈന, കോൺറാഡ് ക്രയോവിസ്കി, ആർച്ച് ബിഷപ്പ് എഡ്ഗാർ പഞ്ഞപ്പറ എന്നിവരെ കൂടാതെ ഫ്രാൻസിസ് പാപ്പായുടെ സെക്രട്ടറിമാർ, വലിയ പള്ളിയിലെ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ സ്റ്റാനിസ്ലാവ് റിൽക്കോ, കർദിനാൾ റൊളാന്തസ് മക്രാസ്, പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ തുടങ്ങിയവരാണ് വൈദിക സമൂഹത്തിൽ നിന്നും കബറടക്ക ചടങ്ങിൽ സംബന്ധിക്കുന്നത്. കൂടാതെ മാർപ്പാപ്പായെ ശുശ്രൂഷിച്ചിരുന്ന നേഴ്സ് സ്ട്രെപ്പേത്തി, മാർപ്പാപ്പായുടെ അർജന്റീനയിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ, ഇറ്റലിയിലെ പിയോമോദയിൽ നിന്നുള്ള ബെർഗോളിയോ കുടുംബാംഗങ്ങൾ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. മാർപ്പാപ്പായുടെ ആഗ്രഹപ്രകാരമുള്ള സംസ്കാരമാണ് നടത്തുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വത്തിക്കാനിൽ നടത്തിയിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകി. കഴിഞ്ഞ ദിവസം ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 12 ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് പുടിന് അമേരിക്കൻ പ്രസിഡന്റ് ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത്. ഉക്രൈനിയൻ തലസ്ഥാനമായ കീവിൽ രാത്രിയിൽ നടക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് പുടിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്ളാഡിമിർ നിർത്തുക എന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എഴുതിയത്. ഇനി സമാധാന ഉടമ്പടി പൂർത്തീകരിക്കുകയാണ്. കഴിഞ്ഞ
കഴിഞ്ഞ ദിവസം ക്രിമിയയുടെ അധിനിവേശം അംഗീകരിക്കാൻ വിസമ്മതിച്ചതിന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ഇരു രാജ്യങ്ങളുടെയും സൈന്യം അതീവ ജാഗ്രതയിലാണ്. അതിർത്തിയിൽ ജാഗ്രത പുലർത്തുന്ന ഇന്ത്യൻ സൈന്യം പക്ഷേ നിലവിൽ നീക്കങ്ങളൊന്നും നടത്തുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇന്ത്യയുടെ തിരിച്ചടി മുന്നിൽ കണ്ട് പാക് സൈന്യവും കാതോർത്തിരിക്കുകയാണ്. അതിർത്തിയിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അറേബ്യൻ സമുദ്രമേഖലയിൽ പുറപ്പെടുവിച്ച പാകിസ്ഥാൻ നാവികസേന മിസൈൽ പരീക്ഷണമടക്കം അഭ്യാസം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.